ഹായ് ഓൾ, എല്ലാവർക്കും വെച്ചിട്ടേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചക്കപ്പൊരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല പഴുക്കാത്തൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചക്ക പൊരിക്കുകയാണ്. നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ അതേ ഒരു ഫ്ലേവറിൽ നമ്മൾ ചക്ക പൊരിച്ചെടുക്കുകയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സൂപ്പർ ചക്കാണ്. അപ്പോൾ അധികം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഇനി നമ്മളൊരു തുണി എടുത്തിട്ട് ഇതിൻ്റെ ഈ പശ ഒന്ന് പോക്കണം. ഇതിൻ്റെ ആ ഒരു പശയൊക്കെ നമുക്ക് അങ്ങോട്ട് പോക്കിയെടുക്കണം. അപ്പം ഇനി നമുക്കിത് പൊളിച്ച് തുടങ്ങാം. ചക്ക വെട്ടുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വെട്ടലുണ്ട്. നമ്മളിങ്ങനെ 4 ആക്കിയിട്ടാണ് വെട്ടുന്നത്. ഇതിൻ്റെ നടുവിലെ സ്റ്റെമ്മൊന്ന് ഒഴിവാക്കുക. ഇതിങ്ങനെ പോന്ന് കിട്ടും. ഇങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതെടുത്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഓരോന്നും വിട്ടെടുക്കാൻ കഴിയും. ഇനി നമ്മൾ അങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ ചക്ക ചോളാക്കി എടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിയാനാണ് പോകുന്നത്. ഇപ്പം കുരു നമ്മൾ മാറ്റി വെക്കുകയാണ്, കാരണം നമുക്ക് ഉപ്പേരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതേപോലെ നമുക്ക് എല്ലാം മുറിച്ച് വരാം. തൊട്ടാവാടിയാ? ഓക്കെ.
ചക്ക വേണോ? ഏകദേശം നമ്മൾ മുറിച്ച് കഴിയാനായിട്ടുണ്ട്. ഇത് മുറിക്കല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു പണിയാണ്. അതേ ഉള്ളൂ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. നന്നായിട്ടൊന്ന് മഞ്ഞവെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ ചക്കക്കുരു കണ്ടാൽ മനസ്സിലാവും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഓള് പൊരിക്കുകയും അതേപോലെ പേരാക്കാനും ഒക്കെ നല്ലതാണ്. ഒരു മിനിറ്റ് ഉണ്ടാക്കുമോ? അപ്പോൾ നമുക്കിത് ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്ത് വരാം. അപ്പോൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഇതിൽ മസാലകൾ തേക്കാം. നമുക്ക് ഇത് മസാല തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ മസാല തേക്കാൻ ഞാനൊന്ന് വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റുകയാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പ് പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പൊരിക്കാൻ തുടങ്ങാണ്. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓയിലാണ്. അപ്പോൾ അതാണെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുങ്ങാൻ പാകത്തിന് തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 400 ml ഒക്കെ ഉണ്ടാവും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആദ്യം ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു രസം കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓയിലിൽ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചത്. മയണൈസൊക്കെ നമ്മൾ ഓയിലിൽ തന്നെ ആക്കിയാലല്ലേ റെഡി ആവുള്ളൂ. അപ്പോൾ അതുപോലെ ഇതും അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളെ ആദ്യത്തെ ബാച്ചിൻ്റെ പൊരി ആയിട്ടുണ്ട്. അപ്പോൾ കളറ് നമ്മൾ അധികം മഞ്ഞൾപ്പൊടി ഇടാത്തത് കൊണ്ട് മഞ്ഞ കുറവാണ്, പക്ഷെ ഇങ്ങനെ മതി നമുക്ക്.
ഇതേപോലെ നമ്മൾ എന്താക്കുക എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ചൂടാണ്. ഇനി നല്ല പുകയട്ടെ, പുക വന്നിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഉണ്ട്, സൂപ്പർ. അത് ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ നമ്മളെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്ക്, നല്ല ടേസ്റ്റ് നോക്കി നിൽക്കുക. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ഉണ്ടോ? അപ്പൊ എല്ലാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ. പോര് 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 പോര്.